സപ്പോർട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? സപ്പോർട്ട് കിട്ടുമ്പോൾ എല്ലാവർക്കും ചെയ്യാനുള്ള ഒരു ആക്കം കൂടും. എന്തിനും ഏതിനും ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്ന ചില വിഭാഗമുണ്ട് ഇല്ലേ? പക്ഷേ എന്നും സപ്പോർട്ട് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. ചില കാര്യങ്ങളിൽ നമുക്ക് സപ്പോർട്ട് വേണ്ടി വരും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. നമ്മളതിന് സപ്പോർട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണം, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും ഒരു കൂട്ട് വിളിക്കും ഇല്ലേ? അങ്ങനെ കൂട്ട് വിളിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ധൈര്യമാണ് അവരുടെ കൂടെ പോകാനായിട്ട്. ശരിയാണ്, നമുക്ക് എപ്പോഴും മിണ്ടിയും പറഞ്ഞും വർത്തമാനം പറഞ്ഞൊക്കെ ഇങ്ങനെ പോകാനൊക്കെ നല്ല സുഖമായിരിക്കും. പക്ഷേ എന്നും നമ്മളങ്ങനെ ഒരു കൂട്ട് വിളിച്ച് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരിക്കൽ ആ കൂടെ വരുന്ന ഒരാൾക്ക് വരാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ കൊണ്ട് തിരക്കിലായിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് വരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമുക്ക് പോകേണ്ട അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റക്ക് പോയേ നിവൃത്തിയുള്ളൂ. ആ സന്ദർഭങ്ങളിൽ നമ്മൾ പോകണം. അപ്പോൾ നമ്മളെപ്പോഴും സപ്പോർട്ട് ആഗ്രഹിക്കാൻ പാടില്ല. സപ്പോർട്ട് വേണം, പക്ഷെ അതൊരു നല്ല ഒരു സുഖമുള്ള ഫീലിംഗ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം സപ്പോർട്ട് കിട്ടുമ്പോൾ ഇപ്പോൾ നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് സപ്പോർട്ട് കിട്ടണമെങ്കിൽ നമുക്കത് വല്ലാത്തൊരാശ്വാസമാണ്. പേടിയുള്ള സമയത്ത് നമുക്കൊരു സപ്പോർട്ട് കിട്ടുമ്പോൾ അത് വല്ലാത്തൊരാശ്വാസമാണ് അല്ലേ? സന്തോഷിക്കുന്ന സമയത്തും നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് വല്ലാത്തൊരാശ്വാസമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആശ്വാസമാണ് സപ്പോർട്ട്. പക്ഷേ നമ്മളെന്നും അത് ആഗ്രഹിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ട് വരും. നമുക്കൊരു പേടി വരും. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായി നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാതെ ആയിപ്പോകും. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ആവശ്യത്തിന് മാത്രം നമ്മൾ ഉപയോഗിക്കുക. ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ സപ്പോർട്ട് ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മൾ ചില സന്ദർഭങ്ങളിൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പരമാവധി സപ്പോർട്ടിനല്ലേ ആദ്യമൊക്കെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് അവരത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അവരൊറ്റയ്ക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്ന സപ്പോർട്ട് അവർക്കൊരു ആശ്വാസം തന്നെയാണ്. അതങ്ങനെ ആശ്വാസം വരുന്നവരും അവർക്കുള്ള കോൺഫിഡൻസ് ലെവൽ കൂടും. അങ്ങനെ അവരത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്താലും നമുക്കും നേട്ടമാണ്, അത് അവർക്കും നേട്ടമാണ്. അപ്പോൾ അങ്ങനെ രണ്ട് കൂട്ടരും അത് പഠിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളെന്നും സപ്പോർട്ട് ചെയ്യേണ്ട സന്ദർഭങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും പിന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ ആദ്യമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരെ കൊണ്ട് അത് ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം.